ഹലോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിന്ന് രാവിലെ തന്നെ എന്താണെന്നല്ലേ, ഇപ്പം നമ്മളിന്ന് ജസ്റ്റ് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ മിനിസോയിൽ വന്നതാണ്. അപ്പം നിങ്ങൾ യു എയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മിനിസോ ജസ്റ്റ് എന്തായാലും വിസിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. കാരണം നിങ്ങൾക്ക് മിസ് ചെയ്യും അല്ലെങ്കിൽ. കാരണം അത്രയും ക്യൂട്ടായിട്ടുള്ള ഐറ്റംസുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നോക്കി കുറേ ഐറ്റംസ് ഓഫ് ടോയ്സ് കാര്യങ്ങളൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. എന്ത് സാധനം എടുത്താലും ക്യൂട്ടാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഈ മിനിസോടെ. അതിൻ്റെ പേര് തന്നെ അങ്ങനെയാണ്, മിനിസോ. അതായത് ചെറിയ സാധനങ്ങളാണ്, പക്ഷെ അത് നല്ല ക്യൂട്ട്. ഇതുണ്ടോ, ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിലിംഗ് ആണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. കണ്ടോ, ഒരു കോഫി ഷോപ്പിൻ്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് സംഭവം. അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് 100 ദിർഹംസ് ഒക്കെയാണ് അതിന് വരുന്നത്. അതുപോലെ തന്നെ ഇതിന് ചെറിയ സൈസുകൾ വരുന്നുണ്ട്. ചിലതൊന്നും സ്റ്റോക്കിൽ ഇടാണ്ടില്ലേ. കോഫി ഷോപ്പ്, അതുപോലെ തന്നെ ഒരു സ്ട്രീറ്റ്, അതുപോലെ തന്നെ ഒരു ഇതിൻ്റെ ഷോപ്പ്, ഒരു ബുക്ക് സ്റ്റോള്, ഇത് കണ്ടില്ലേ, ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു ഇത് ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലേ. അത് ഒരു പ്ലാന്റിൻ്റെ ഷോപ്പാണ്. അപ്പോൾ അത് വളരെ അധികമായിട്ട് അവർ അത്രയും ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. അതിൻ്റെ ആ ഡീറ്റെയിലിംഗ് ആണ് കണ്ടോ, ഓരോന്നും വ്യക്തമായിട്ട് അവർ അത്രയും മൈന്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി. ഇതുപോലത്തെ ബോക്സിലാണ് നമുക്ക് കിട്ടുക. അത് നമ്മളത് ഫിക്സ് ചെയ്യാണ് ചെയ്യുക എന്നിട്ട് അതിനുശേഷം. അപ്പോൾ നമുക്കതൊരു എൻ്റർടൈൻമെൻ്റ് ആണ് സംഭവം. അത് സംഭവം അടിപൊളി സംഭവമാണ് കേട്ടോ. നമുക്ക് ടൈമില്ലാത്ത കാരണമാണ് വാങ്ങാത്തപ്പോൾ നമുക്ക് ഇനി പിന്നീട് വേണമെങ്കിൽ നമുക്ക് വാങ്ങിയിട്ട് നമുക്ക് അത് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരാം. ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യും പിന്നെ എപ്പോഴായിട്ട്. ഇത് കണ്ടില്ലേ, ഒരു ബ്രിഡ്ജ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതുണ്ടല്ലോ, ഇതുപോലെ ക്യൂട്ട് സാധനങ്ങളാണ്. നമുക്കിപ്പോൾ നാട്ടിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ ഒരുപാട് ക്യൂട്ട് ഐറ്റംസ് ഉണ്ടല്ലേ. ടോയ്സൊക്കെ നോക്കി എന്തൊരു ക്യൂട്ട്നെസ്സാണെന്ന് അറിയാം. ക്യൂട്ട്നെസ് മാത്രമല്ല കേട്ടോ, ക്വാളിറ്റി അതിഗംഭീര ക്വാളിറ്റിയാണ്. അത്രയും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത്യാവശ്യം റേറ്റ് ഉണ്ട്, പക്ഷെ എന്നാലും ആ റേറ്റിനനുസരിച്ച് നമുക്കത് വർത്താണ് കേട്ടോ. അടിപൊളി സാധനങ്ങളാണ്. ഒരുപാട് ടൈപ്സ് ഓഫ് ടോയ്സ് ഉണ്ട് കണ്ടോ. ഒരുപാട് ടൈപ്സ് കണ്ടോ. ഒരു പില്ലോ ടൈപ്പാണ് കേട്ടോ ഈ സാധനം കണ്ടോ. ഒരു പില്ലോ ആണത്. ഒരു പില്ലോ മീൻസ് നമുക്കൊരു ജസ്റ്റ് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയ പില്ലോ ആണ്. ഇതിൻ്റെ ഒരു ക്യാറ്റ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ക്യാറ്റ് കണ്ടോ. അങ്ങനെ ഒരുപാട് ഐറ്റംസുകളുണ്ട്. പിന്നെ അതേപോലെ ഒരുപാട് ടോയ്സുകളുണ്ട് കണ്ടോ. നമ്മളെ ഹോട്ട് വീൽസിൻ്റെ കുറേ കാറുകളാണ് അവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലഫി ആയിട്ടുള്ള കുറേ ടോയ്സുകളുണ്ട്. അതൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. നമുക്കത് കയ്യിൽ നിന്ന് അവിടെ വെക്കാൻ തോന്നുന്നില്ല. പിന്നെ ഇതുപോലത്തെ സ്കെച്ച് കളേഴ്സ്, പിന്നെ നല്ല ഈ ടൈം പീസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. കാരണം അടിപൊളിയല്ല, അത് ഒരു ക്യൂട്ടാണ്, ഭയങ്കര ചെറിയതുമാണ് അങ്ങനെ. പിന്നെ ഇതുപോലെ കുറേ ടോയ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി മെയ്ഡ് ചെയ്ത കുറേ ടോയ്സുകളുണ്ട് അവിടെ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്, അതിൻ്റെ ഒരു വായ വിളിക്കുന്നൊരു ടൈപ്പാണ്. പിന്നെ ഇതുപോലെ ചെറിയ ടോയ്സുകൾ, പിന്നെ നമുക്കൊരു ഇതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. കുറേ ആനിമൽസിൻ്റെ ഇതിൻ്റെയൊക്കെ. ഇതൊക്കെ ഹോട്ട് വീൽസാണ് കേട്ടോ. ഹോട്ട് വീൽസിൻ്റെ ചെറിയതാണ്, ഇതിൻ്റെ വലിയ സൈസ് വേറെ ഉണ്ട് അങ്ങനെ. പിന്നെ ഇത് കണ്ടോ ഒരുപാട് ടോയ്സുകൾ. പിന്നെ ഇത് കുറേ ഡയറീസ് കണ്ടോ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റിയത്. പിന്നെ പെന്നുകൾ കുറേ ഐറ്റംസ് ഓഫ് കളറിലുണ്ട്. നമ്മൾ തപ്പി വന്ന സാധനം ഇതാണ് കേട്ടോ. കണ്ടോ, നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാനിറ്റൈസർ, അതുപോലെ തന്നെ ഷാമ്പൂ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അവിടെ പോയിട്ടുള്ളത്. കുറേ ഐറ്റംസ് ഓഫ് സാധനങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് വേണ്ടത് സിലിക്കോൺ ബോട്ടിൽസ്. ഇതും നമുക്ക് വേണ്ട സാധനമാണ്. അതായത് നമുക്കൊരു ബാത്റൂം ബാഗാണ്. അതായത് നമുക്ക് ടോയ്ലറ്ററി ബാഗ് എന്ന് പറയും. അതായത് നമുക്ക് അതിൽ ഷാമ്പൂ, കണ്ടീഷണർ കാര്യങ്ങളൊക്കെ അതിൽ വെച്ചിട്ട് നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകാനൊക്കെ പറ്റിയ സാധനമാണ്. അപ്പോൾ അത്. പിന്നെ അതുപോലെ തന്നെ കണ്ടില്ലേ, ഒരുപാട് അതിൻ്റെ തന്നെ കുറേ കളർ ഡിഫറൻസിൽ ഒക്കെ ആയിട്ടുണ്ട് സാധനങ്ങൾ. എനിക്ക് ബ്ലാക്കാണ് ഇഷ്ടമായത്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് നോക്കി വെക്കാം. ഇതിലൊന്നും കൂടി സ്പേസ് ഉള്ളതാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും. ഇതിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. പിന്നെ നല്ല മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ ഇതുണ്ടല്ലേ, അതേപോലെ നമുക്ക് സൺസ്ക്രീനും ഹാൻഡ് വാഷും പിന്നെ ബോഡി വാഷും മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ നമ്മുടെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാനുള്ളൊരു സെറ്റപ്പാണിത്. ഇതാണ് നമ്മൾ തേടി വന്ന സാധനം. പക്ഷേ ഇത് എനിക്ക് ഇഷ്ടമായിട്ടില്ല ഈ സാധനം. ഇതൊരു 3 ഡിഫറെൻറ്റ് കളറാണ്. എനിക്കൊരു സെയിം കളറിലുള്ള 6 പീസൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റ് എനിക്ക് അവിടെ കണ്ടില്ല. അപ്പോൾ ഞാൻ വേറെ ടൈപ്പ് നമുക്ക് വേറെ നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതുണ്ടോ, നമ്മൾ അണ്ടർവെയറൊക്കെ അലക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് വാങ്ങാം കേട്ടോ. ട്രാവൽ ബോക്സറാണ് ഇത്. യൂസ് ആൻഡ് ത്രോ ആണ്, ഡിസ്പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കത് 1 ടൈം യൂസ് ചെയ്തിട്ട് നമുക്ക് കളയാൻ പറ്റുന്ന ടൈപ്പ്. ഒരു 30 എണ്ണമൊക്കെ വരുന്ന പാക്കറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ട്രാവൽ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ ബെറ്റർ ആയിരിക്കും. പിന്നെ ഇതുണ്ടല്ലേ, ടാബ്ലറ്റ്സ് ഇട്ട് വെക്കുന്ന ബോക്സാണ് ഇത്. നമ്മുടെ ഐലറ്റ്സ് കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ബോക്സ്. പിന്നെ ഇതൊക്കെ നമുക്ക് ഇട്ട് വെക്കാം അതിൽ. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആണ്. പിന്നെ ഇതുണ്ടല്ലേ, നമുക്ക് ഓർഗനൈസർ തന്നെയാണ്. നമ്മൾ സെറംസ് കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ. അപ്പോൾ വലിയ ബോട്ടിൽ നമുക്ക് ചെറിയ ബോട്ടിലേക്ക് ആക്കിയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ കൊണ്ടുപോകാൻ പറ്റിയതാണ്. അതുപോലെ തന്നെ സ്പ്രെയർ, അതുപോലെ തന്നെ നമുക്ക് സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒക്കെ ആക്കി വെക്കാൻ പറ്റുന്ന ചെറിയ സെപ്പറേറ്റ് ബോട്ടിൽസ് നമുക്ക് കിട്ടും. ഇതൊക്കെ സിലിക്കോൺ ടൈപ്പ് മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്വാളിറ്റിയാണ്. പിന്നെ നമുക്ക് വേറെ പേടിക്കൊന്നും വേണ്ട, കെമിക്കലോ അതുപോലത്തെ ഉള്ള PPE ഫ്രീ ആണ്. അപ്പോൾ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് കേട്ടോ.
ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫേസ് വാഷ് ചെയ്യുന്ന വിത്ത് ബ്രഷാണ്, അത് ബോട്ടിൽ വിത്ത് ബ്രഷാണ്. നമുക്ക് ഫേസ് വാഷ് ഇതിനകത്തേക്ക് നിറച്ച് വെക്കുക, അതിനുശേഷം അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫോമാണ് വരിക. അപ്പോൾ നമ്മൾ ആ ഫോം ഇട്ടിട്ട് നമ്മളെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രാവൽ പില്ലാണ്. ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു ബ്ലൂടൂത്ത് സ്പീക്കർ ആയിരിക്കും, പക്ഷേ ബ്ലൂടൂത്ത് സ്പീക്കർ അല്ല, എഴുതി വെച്ചിരിക്കുന്നുണ്ട് ട്രാവൽ പില്ലാണ്. അത് നമ്മൾ എയർ ഫില്ല് ചെയ്തിട്ട് നമ്മൾ മൗത്ത് വെച്ച് ഈ എയർ ഫില്ല് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. എയർ ഫില്ല് ചെയ്ത് നമുക്കത് കഴുത്തിലിടാം. അപ്പോൾ അങ്ങനെ നല്ല സോഫ്റ്റാണ്, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പക്ഷേ ഞാനത് എടുത്തില്ല. സംഭവം അതിന് റേറ്റ് ഉണ്ട്, അപ്പോൾ നമ്മളത് നോക്കിയിട്ടില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതുപോലത്തെ കുറേ ഷെൽഫ്, നമുക്ക് സ്പ്രേ, അതുപോലെ മേക്കപ്പ് ഐറ്റംസൊക്കെ, ലേഡീസിന് മേക്കപ്പ് ഐറ്റംസൊക്കെ വെക്കാൻ പറ്റിയ സ്പ്രേ. പിന്നെ ഇത് നമ്മുടെ ഓർഗനൈസറാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് ഓർഗനൈസേഴ്സ്. അപ്പോൾ ഇത് ഓർഗനൈസറാണ്. നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ, ഇത് ലോണ്ട്രി ടബാണ് കേട്ടോ. അത് നമുക്ക് വാഷ് ചെയ്യാനുള്ള ക്ലോത്തുകളൊക്കെ നമുക്ക് ഒരു സൈഡിൽ അവിടെ ഇവിടെ ഇടാതെ നമുക്കൊരു സൈഡിൽ. പിന്നെ എന്നെ അട്രാക്ട് ചെയ്ത സാധനമാണ് കേട്ടോ ഇത്. നമ്മൾ അടിപൊളി സ്മെല്ലാണ്, നല്ല സ്മെൽഡ് കാൻഡിൽസ് ആണ് കേട്ടോ. സെൻറ്റഡ് കാൻഡിൽസ് അങ്ങനെ പറയണം, സ്മെല്ലെന്ന് പറഞ്ഞാൽ ബാഡ് സ്മെല്ലല്ല, സെൻറ്റഡ് കാൻഡിൽസ് ആണ്. അപ്പോൾ ഈ സെൻറ്റഡ് കാൻഡിൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സ്മെല്ലാണ്. നമുക്ക് ആ ഒരു, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്ന ഒരു എസെൻസിൻ്റെ ഒക്കെ സ്മെല്ലായിരിക്കും എന്നാണ് വിചാരിച്ചിട്ടാണ് ഞാൻ സ്മെല്ല് ചെയ്ത് നോക്കിയത്. പക്ഷേ റിയൽ ആ ഫ്രൂട്ട് ഏതാണോ ആ ഫ്രൂട്ടിൻ്റെ ഒരു റിയൽ ടൈപ്പ് ഓഫ് സ്മെല്ലാണ് വരുന്നത്. നമുക്കിപ്പോൾ ഓറഞ്ചൊക്കെ ആണെങ്കിൽ അതിൻ്റെ എസെൻസ് ആകുമ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല, അങ്ങനെയില്ല. ശരിക്കും ആ ഒരു ഒറിജിനൽ സ്മെല്ലാണ് അതിന് വരുന്നത്. എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. പിന്നെ ഇതുപോലെ നമുക്ക് റൂം ഫ്രഷ്നേഴ്സാണിത്. ഇത് നമുക്ക് അതിൽ ആ സ്റ്റിക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മുടെ ആ ഒരു ഓസ്മോസിസോ എന്താ ആ ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അതുപോലെ ഇങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ കയറി വരും അത്. എന്നിട്ട് ആ സ്മെല്ല് ഇങ്ങനെ സ്പ്രെഡ് ആവും. ഈ സംഭവം കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ പീസ് കേട്ടോ. ഇതിൻ്റെ 10 20 ഒക്കെ വാങ്ങിച്ച് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ട്രൈ മീ പീസ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വെച്ച് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഇതിൻ്റെ സ്ട്രക്ചർ പക്കയുണ്ട് തന്നെ, നല്ല അടിപൊളി മസാജാണ് അതിൽ കിട്ടിയത്. അടിപൊളിയായിരുന്നു കേട്ടോ സംഭവം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതുപോലെ ഒരുപാട് കോംസ് ഉണ്ട്, അതുപോലെ ക്യൂട്ടായിട്ട്. ഇതൊക്കെ ഒരു ടവലാണ് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. ടവലാണ് അത് സംഭവം. ഓപ്പൺ ചെയ്ത് നമുക്കൊരു ടവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ക്യൂട്ട് ബാഗ്സ് ഉണ്ട്, ബാർബിയുടെയൊക്കെ ബാഗുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഓഫ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ കണ്ടില്ലേ ബാഗുകൾ കുറേ കളക്ഷൻ. പക്ഷേ ബാഗുകളൊന്നും എനിക്ക് അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല, പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള ബാഗ്. പിന്നെ ചെറിയ പേഴ്സുകളൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് മണി പേഴ്സൊക്കെ ചെറുതായിട്ട്. പിന്നെ അംബ്രല്ലാസൊക്കെ ഉണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ അംബ്രല്ലാസ്, നമ്മുടെ പൊപ്പി നാനൊക്കെ പോലുള്ള സെറ്റപ്പാണ് കേട്ടോ. പിന്നെ ഇത് നമ്മളെ വ്ളോഗേഴ്സിനും ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ പറ്റിയ സാധനമാണ്. അതായത് നമ്മുടെ മൈക്രോഫോണാണ് കേട്ടോ. മൈക്രോഫോണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. നമുക്ക് മൈക്ക് എന്തായാലും വേണ്ടി വരും, അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ഇത് കീബോർഡ്സാണ്. കീബോർഡ്സിൽ തന്നെ വെറൈറ്റി കളേഴ്സ്, വെറൈറ്റി ടൈപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ക്യൂട്ടായിട്ട് സ്മോൾ കീബോർഡ്സൊക്കെ ഉണ്ട്. പിന്നെ അടിയിലുണ്ടല്ലേ മൗസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റേതായിട്ടുള്ള കുറേ ഐറ്റംസുകൾ, വയർ, USB കേബിൾസ് അങ്ങനെയൊക്കെ. പിന്നെ ഹെഡ്സെറ്റ്സ് കുറേ ഐറ്റംസ് ഉണ്ട്. ഹെഡ്സെറ്റിൽ പല വെറൈറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ടും നോക്കിയില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ടോയ്സുകൾ, ചെറിയ ക്യൂട്ടായിട്ടുള്ള ടോയ്സുകൾ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കണ്ടോ. ഇതൊക്കെ നമ്മുടെ ബൂബൂൻ്റെ ഒക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഫേസസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പിന്നെ അത് ഇങ്ങനത്തെ ബോക്സസ് ഐറ്റംസ്. പിന്നെ ഈ കോംബോ അടിപൊളിയാണ് കേട്ടോ. ഇത് ഹെയർ ബ്രഷാണ്, ഒരു അടിപൊളിയാണ്. പക്ഷെ ഞാനത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി, ഒരു ട്രൈ ചെയ്ത് നോക്കി. ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ മുടിയൊക്കെ സെറ്റായി നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് മേക്കപ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഫോമാണ്, മേക്കപ്പ് ഫോമാണ്. പിന്നെ ഇതാണ് അടിപൊളി സാധനമാണ് കേട്ടത്. 12 dirhams സെറ്റാണ്, 1260 ആണ് വരുന്നത്. ഇത് ഒറിജിനൽ നമ്മുടെ കോട്ടൺ ആണ്, പരുത്തി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സും ഇതൊക്കെ അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഫേസൊക്കെ തുടച്ചെടുക്കാനും ആഫ്റ്റർ മേക്കപ്പൊക്കെ ലേഡീസിനൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റിയ സാധനമാണ്. പിന്നെ നമ്മൾ പുറത്ത് പോയി ഒന്നിലൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാക്സ് ഉണ്ട്. നമുക്ക് ഫേസ് പാക്കുകളുണ്ട്, നമുക്ക് മാസ്ക് പോലെ യൂസ് ചെയ്യാൻ പറ്റിയ പാക്കുകൾ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു വൺ കളക്ഷനാണ് ലഞ്ച് ബോക്സ്, അതുപോലെ തന്നെ ബോട്ടിൽസ്, വാട്ടർ ബോട്ടിൽസ്, അതുപോലെ തന്നെ നമ്മൾ കോഫി ബോട്ടിൽസൊക്കെ ഉണ്ട്. പിന്നെ കപ്സ്, അതായത് മഗ്ഗുകൾ ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മഗ്ഗുകളുണ്ട്. എല്ലാം നല്ല ക്യൂട്ട് ഐറ്റംസ് ആണ്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്കിങ്ങനെ കണ്ണെടുക്കാൻ തോന്നില്ല, കാരണം നമുക്ക് എവിടെ നോക്കേണ്ടത് വരില്ല. അതുകൊണ്ട് ഈ ബോട്ടിലൊക്കെ ഉണ്ടല്ലോ, ക്യൂട്ടായിട്ടുള്ള ബോട്ടിലാണ് കേട്ടോ മിനിസോടെ. പിന്നെ കണ്ടില്ലേ ഈ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആംബിയൻസ് തന്നെ അടിപൊളിയാണ്. ഇത്രയും ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലൊരു സന്തോഷമുണ്ട്. ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസുകളാണ് അവിടെ വരുന്നത്. ഉണ്ടോ ഈ ടോയ്സ് നമ്മൾ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കണ്ണെന്ന് മാഞ്ഞു പോകുന്നില്ല, അത്രയും ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ്. കണ്ടോ ഇതിലുണ്ട് ഒരു അറബിക് ടോയ് ഉണ്ടാവും, ആ ഒരു തലപ്പാവൊക്കെ കെട്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടില്ലേ നമ്മുടെ ആ ഒരു ഇത് അതിൻ്റെതായിട്ട് സെറ്റ് ചെയ്തതിൻ്റെ വേറൊരു മാതൃകയാണ്. സംഭവം എന്തായാലും അടിപൊളിയാണ്. നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ ഇതൊരു ഫ്ലവർ ഷോപ്പാണ്. അതിൻ്റെ ഡീറ്റെയിലിംഗ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി കാണിക്കുന്നത് കേട്ടോ.
അതിനകത്ത് ആ ഒരു ഇതിൻ്റെ പ്ലാന്റ്, പിന്നെ ആ ഒരു വീല് കണ്ടില്ലേ നമ്മുടെ കാളവണ്ടിയുടെ ഒക്കെ പോലത്തെ ഒരു വീല്, പിന്നെ ഉള്ളിൽ കണ്ടില്ല അതുപോലെ ഇത് കണ്ടോ ഒരു ആർട്ടിസ്റ്റ് റൂമാണ്. അപ്പോൾ ഒരു ആർട്ട് റൂമാണിത്. പക്ഷേ അതിനകത്ത് ആ പെയിൻറ്റിങ്സ്, അതിൻ്റെ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം അത് അത്രയും ഭംഗിയായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. ഒരു മൈന്യൂട്ട് വർക്ക് പോലും അവർ ചെയ്ത് ക്ലീൻ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് സംഭവം. അപ്പോൾ അത് നല്ല അടിപൊളിയാണ്. ഇത് ഈ ഒരു സെറ്റപ്പിൽ വരും നമ്മളത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കേട്ടോ. നമുക്കതിൽ പിന്നെ ആ ബ്രിഡ്ജൊക്കെ കണ്ടില്ലേ, അതൊക്കെ ഇത് പറഞ്ഞാൽ നമുക്കൊരു വുഡൻ ടൈപ്പാണ് കേട്ടോ. നമ്മൾ പണ്ടിങ്ങനെ ഒരു ക്യൂബ്സ് പോലെ ഇങ്ങനെ വെച്ചുണ്ടാക്കുന്നത്, അതേപോലെ ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുക ചെയ്യാം, ചെറിയ പീസായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ്. അതിൻ്റെ ഗ്ലോബ് ഉണ്ട്, പിന്നെ ഒരു മറ്റേ സ്വിങ് ഉണ്ട്, പിന്നെ നമുക്കൊരു വാച്ച് ടവർ ഉണ്ട്, ഒരു ക്ലോക്ക് ടവർ ഉണ്ട്, അങ്ങനെ ഒരുപാടായിട്ട്. ഇത് പിന്നെ ഇത് പറഞ്ഞാൽ നമുക്ക് വൈറ്റ് ടീഷർട്ടിലൊക്കെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. ബോട്ടിൽ ഇങ്ക് നിറച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പൊക്കെ ചെയ്ത് നമ്മൾ റബ്ബറൊക്കെ ചെയ്യുന്നുണ്ടല്ലേ, നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ചെയ്യുന്നുണ്ട്, ഷോളുകളൊക്കെ ഉണ്ടാക്കുന്നത്. അതുപോലത്തെ ഒരു സെറ്റിൻ്റെ കിറ്റാണിത്. നമുക്ക് കുട്ടികൾക്കൊക്കെ മേടിച്ച് ട്രൈ ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് ഐറ്റംസ് ഓഫ് ടൂൾസ് ഉണ്ട് കേട്ടോ. ടൂൾസ് എന്ന് പറഞ്ഞാലും പോരാ, നല്ല അടിപൊളി ടൂൾസാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ അവർ. കാരണം ചെറിയ സാധനമാണ് ഇത്. നമ്മുടെ ശരിക്കും ഇതൊക്കെ നമ്മുടെ കയ്യിൽ വേണം. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ നാട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതുണ്ട് സ്പൂണുകളൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പൂണുകളാണ്. അതിൽ നമുക്ക് മെറ്റാലിക് ഉണ്ട്, ബ്ലാക്ക് മെറ്റൽ വരുന്നുണ്ട്, ഗോൾഡ് ഷെയ്ഡ് വരുന്നുണ്ട്, പ്യുവർ ബ്ലാക്ക് സ്റ്റീൽ, അതുപോലെ തന്നെ ഈ ബ്രാസിൻ്റെ നോക്കി ഇത് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ സാധനം. കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ്. അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു തൂങ്ങലൊക്കെ ഉണ്ട്, അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്കിഷ്ടമായത് ഈ സ്പൂണാണ് കേട്ടോ, ഒരു ബ്ലാക്ക് മെറ്റൽ വിത്ത് കോക്ക് മെറ്റൽ ആ ഒരു ബ്രാസ് വരുന്നത്. പിന്നെ ഈ ടൈപ്പൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്നത് തന്നെയാണ്, നല്ല ക്യൂട്ടായിട്ട്. പിന്നെ ഇത് നമുക്ക് ചൂട് പിടിക്കുന്നതാണ്, ഹോട്ട് ബാഗാണ്, അടിപൊളിയാണ് സംഭവം, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ചെറുതാണ് കേട്ടോ, നമ്മൾ കാണുന്ന അത്ര വലിയ സൈസല്ല, ചെറുതാണ് നമുക്ക്. പിന്നെ ഇത് മറ്റേ നമ്മുടെ ഈ വാഷ്റൂമിലൊക്കെ കൊണ്ടുവന്ന അതേപോലെ തന്നെ മിനിയുടെ ഒരു ട്രാവൽ ബാഗ്. പിന്നെ ഇത് നമ്മളെ ലാപ്പ് ഇട്ട് വെക്കാൻ പറ്റിയ ബാഗാണ്. അത് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാക് ബുക്കൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ സെറ്റപ്പാണ്, അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലിയാണ്. നമുക്ക് സൂട്ട് കേസിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അതിനകത്തുണ്ട്. അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐറ്റംസ് കളക്ഷൻസ് ഉണ്ടായത്. നമുക്ക് ട്രാവൽ ബാഗ് അതിനകത്ത് ഇടാൻ പറ്റിയത്. ഇത് കണ്ടില്ല, ഈ ഫാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇഷ്ടമാവാൻ ഒന്നാമത്തെ കാരണം, ഒന്നാമത് ചെറുതാണ്, പിന്നെ ഭയങ്കര ക്യൂട്ടാണ്, പിന്നെ അത്യാവശ്യം നല്ല ചാർജ് നിൽക്കുന്നവിടെ അതിൻ്റെ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ നല്ല കാറ്റാണ് കേട്ടോ, എന്മാതിരി കാറ്റെന്നറിയും. ഈ ചെറിയ ഫാൻ തന്നെയാണ് ഈ കാറ്റ് വരുന്നതെന്ന് ഞാൻ സംശയിച്ചു പോയി. ഇത്രയും നല്ല കാറ്റാണ്. നല്ല ചൂടെടുത്ത് നിൽക്കുന്ന സമയത്തൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. 29 dirhams. അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ആയിട്ട്. പക്ഷേ എനിക്കിഷ്ടമായത് ആ സാധനമാണ് കേട്ടോ, അതാണ് അടിപൊളി. അത് എന്തായാലും എൻ്റെ മൈൻഡിലുള്ളൊരു സാധനമാണ്. എനിക്കെന്തായാലും അത് അടിപൊളിയാണ്. നമ്മൾ നല്ല ചൂടെടുത്ത് നിൽക്കുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യും. ഇവിടെ ഫിലിപ്പീൻസൊക്കെ എന്തായാലും യൂസ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. പുറത്തൊക്കെ വരുമ്പോൾ അവർ കയ്യിൽ കാണാം ഈ സംഭവം. അവർ മുഖത്ത് അവർ മേക്കപ്പ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല ചൂടുള്ള സമയത്തൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടും. എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അൽഫാം ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പുറത്തൊക്കെ പോയി ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഫാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ഉദ്ദേശങ്ങളാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല ഒരുപാട് ക്യൂട്ട് ഐറ്റംസ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരേക്കും. ബായ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ്